ടീച്ചറുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു തവണയാണ് ടീച്ചർ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചത്. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് ഞാൻ എപ്പോഴും ഓർക്കുന്ന സംഗതിയാണ്. അത് പിന്നെ ഒരു കേസ്, കേരളത്തിന് വെളിയിലുള്ള ഒരു കേസ്, ഒരു പെൺകുട്ടിയും 2-3 കുട്ടികളുമുണ്ട്. അപ്പോൾ അഭയയിലാണെന്നുണ്ടെങ്കിൽ താമസിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവിടെ സ്ഥലം ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് ഇവരെ അക്കോമഡേറ്റ് ചെയ്യണം. രാത്രി അങ്ങനെയാണ് വന്നത്. അപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചു. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കേസുകൾ എടുക്കുമ്പോൾ പെട്ടെന്ന് ടീച്ചറിന് എടുക്കാൻ കഴിയുന്നത് പോലെ നമുക്ക് എടുക്കാൻ കഴിയില്ല. കാരണം ഈ മുസ്ലിമീങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഭീകരവാദം അതൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് ഫോൺ ചെയ്ത് ഒന്ന് വിളിച്ച് ചോദിച്ച് എങ്ങനെയാണ് ഈ സംഗതി ഒന്ന് അറിയാൻ വേണ്ടി അക്കോമഡേറ്റ് ചെയ്യാനേ നമ്മുടെ സ്ഥാപനത്തിൽ. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ച് ഒരല്പം ഒന്ന് വൈകി വിളിച്ച് ചോദിക്കാനായിട്ട്. അപ്പോൾ ടീച്ചറിൽ രണ്ടാം വിളിച്ചപ്പോൾ ടീച്ചർ വല്ലാതെ ദേഷ്യപ്പെട്ടു. കാരണം ഇങ്ങനെ ഒരു കേസ് വന്നാൽ നിങ്ങൾ ഉടനെ അക്കോമഡേറ്റ് ചെയ്യണ്ടേ, അക്കോമഡേറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യം അന്വേഷിക്കുന്നതൊക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനൊരു ഭയം ഈ പറഞ്ഞ രൂപത്തിലുണ്ട്. ടീച്ചർക്ക് ആ രൂപത്തിൽ ഭയക്കണതില്ല. എങ്കിൽ പോലും ഏത് കേസ് ടീച്ചറെടുത്ത് വന്നിട്ടുണ്ടോ അതെല്ലാം അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭവിഷ്യത്തുകൾ സംരക്ഷണം കൊടുക്കുക. ശാന്തി സമിതിയുടെ പ്രവർത്തനം വളരെ ആക്റ്റീവായിട്ട് കുറച്ചു കാലം നടന്നിരുന്നു. അതിൽ ടീച്ചർ കാര്യമായ പങ്കുവഹിച്ചത് കൊണ്ടാണ് അത് നിലനിന്ന് പോയത്. അതായത് മുസ്ലിമീങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ഗാന്ധിയ സുഹൃത്തുക്കളുടെയും എല്ലാവരും കൂടെ ഒരു ശക്തമായ ഒരു ബോഡിയായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ മതങ്ങളെക്കുറിച്ച് പരസ്പരം അറിയാത്തതാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അതിൽ ടീച്ചർ എന്നെ മുൻകൈ എടുത്തിട്ട് ഓരോ ഗ്രൂപ്പിൽപ്പെട്ട 25 നല്ല ചെറുപ്പക്കാരെ ഒരുമിച്ചിരുത്തിയിട്ട്, അപ്പോൾ 25 ഹിന്ദുക്കളെ, 25 മുസ്ലിമീങ്ങൾ, ക്രിസ്ത്യാനികൾ, ഗാന്ധിയൻ, അങ്ങനെ 100 പേരുടെ ഒരു ക്യാമ്പ്. അപ്പോൾ അതിൽ ഒരു ദിവസം ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട വിഷയം അവതരിപ്പിക്കും, അവരുടെ ആൾ തന്നെ അവതരിപ്പിക്കും. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർ സംശയങ്ങൾ ചോദിക്കാം. മറ്റൊരു ദിവസം ഹിന്ദു മതത്തിൻ്റെ, വേറൊരു ദിവസം ക്രിസ്തു മതത്തിൻ്റെ, അങ്ങനെ പരസ്പരം അറിയാനുള്ള നല്ലൊരു അവസരം ഉണ്ടാക്കി. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ ഒരുമിച്ച് പ്രതികരിക്കുക, ഒരുമിച്ച് രംഗത്തിറങ്ങുക. അപ്പോൾ വിഴിഞ്ഞ സംഭവത്തിലൊക്കെ നമ്മൾ ഈ സൂസപ്പാക്യം തിരുമേനിയുടെ അവിടുന്ന് ഇടവകയിൽ നിന്നും നമ്മളും മറ്റുമൊക്കെ പോയിട്ട് ആ വിഷയം പരിഹരിക്കുന്നതിൽ നല്ലൊരു പങ്ക്